കുമ്പളങ്ങി നൈറ്റ്സ് ആവട്ടെ, പറവ, ഭൂതകാലം, ഷെയ്ൻ്റെ വേ ഓഫ് പ്രിപ്പറേഷൻ എങ്ങനെയാണ്? ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ടെൻഷനുള്ളൊരു സീൻ എടുക്കുകയാണെങ്കിലും അധികം ടെൻഷൻ പുറത്ത് കാണിക്കാതെ നിൽക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പം ഞാൻ കാലമായി ഉണ്ടായ ഒരു മാറ്റം. അതാണ്. രണ്ടുപേരെ വൺ വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് പറയും? ഷെയ്ൻ ഭയങ്കര സീരിയസ് ആയിട്ട് ലൈഫിനെ കാണുന്നതാണ്. ഭയങ്കര സ്കാമായിട്ടുള്ള, ഭയങ്കര പക്വമായിട്ട്, അല്ല പുറത്തങ്ങനെ, അതാണ് ഞാൻ പറഞ്ഞത്. ലോകത്ത് ആദ്യമായിട്ടാണ് ഒരാളിത് പറയുന്നത്. ഏതെങ്കിലും ഒരു ക്യാരക്ടറായിട്ട് ഷെയ്ൻ ഒരു ദിവസം ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ ഷെയ്ൻ ഏത് ക്യാരക്ടറിനെ ചൂസ് ചെയ്യും? കുമ്പളങ്ങി നൈറ്റിലെ ബോബീനെ ചൂസ് ചെയ്യാനായിരിക്കും സാധ്യത. കാരണം അങ്ങനെ ഒരു ലേസിനെസ് എനിക്കും ഉണ്ട്. അപ്പോൾ സോ എനിക്ക് ബോബിയുടെ ആ ഒരു മടിയനായ ബോബീനെ എനിക്ക് ഓർക്കാം. നമസ്കാരം. ശക്തമായൊരു ടൈറ്റിൽ, ഒരു പുതിയ സംവിധായകൻ, ഇൻറ്റൻസായ പ്രകടനങ്ങളിലൂടെ ശ്രദ്ധേയനായ ഒരു നായകൻ, ദൃഢം പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരുകയാണ്. ഇന്ന് നമ്മോടൊപ്പം വെള്ളിത്തിരിയിൽ നായകൻ ഷെയ്ൻ നിഗവും ഡയറക്ടർ മാർട്ടിൻ ജോസഫുമാണ്. രണ്ടുപേരെയും വെള്ളിത്തിരിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ഷെയ്ൻ, ഹായ് മാർട്ടിൻ, ഹൗ ആർ യു? ഗുഡ്. ഷെയ്ൻ, എന്താണ് ദൃഢം? ലൈക്ക് ഇപ്പോൾ ഒരു വൺ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? വൺ സെൻറ്റൻസിൽ പറയാം, ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഫിലിം എന്ന് ഒരു ആകത്തുകയായി പറയാം. പക്ഷെ അത് മാത്രമല്ല, ഇപ്പോൾ ഒരു പുതിയതായിട്ട് ചാർജ് എടുക്കുന്ന ഫസ്റ്റ് ടൈം SI ആവുന്ന അയാളുടെ പെർസ്പെക്റ്റീവിലൂടെ പോകുന്ന, അയാളെങ്ങനെ ഒരു സീരീസ് ഓഫ് ക്രൈമിനെ എങ്ങനെ അയാൾ ഡീൽ ചെയ്യുന്നു എന്നുള്ളൊരു പരിപാടിയാണ്. ഓക്കെ. അപ്പം ഷെയ്ൻ്റെ ക്യാരക്ടർ അതിൽ പോലീസ് ഓഫീസറായിട്ട്? അതെ, SIയുടെ വേഷമാണ്. ഫസ്റ്റ് ടൈം ചാർജ് എടുക്കുന്ന SIയുടെ വേഷം. ഓക്കെ. ഇപ്പം മാർട്ടിൻ്റെ ഫസ്റ്റ് മൂവിയാണ്, അപ്പം 8th റിലീസ് ആവുകയാണ്. അപ്പം ഹൗ ഡു യു ഫീൽ? നല്ല സന്തോഷം. എല്ലാവരെയും പോലെ ആദ്യത്തെ സിനിമ 8th റിലീസ് ആവുകയാണ്. ഭയങ്കര സന്തോഷം, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം എങ്ങനെ ആൾക്കാർ സ്വീകരിക്കുമെന്ന് അറിയാനായിട്ട് വെയിറ്റിംഗ് ആണ്. ഓക്കെ. അപ്പം എന്തെങ്കിലും ഇപ്പോൾ ഫസ്റ്റ് മൂവി എടുക്കുമ്പോൾ എന്തൊക്കെ ചാലഞ്ചസ് ആയിരുന്നു ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? എനിക്ക് ഫസ്റ്റ് മൂവിയിലേക്ക് എത്താൻ എനിക്ക് ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ വലിയൊരു വൻമരം എനിക്കൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു കാര്യങ്ങൾ. കുറച്ചും കൂടെ പുള്ളി നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് അങ്ങനെ. അപ്പം ഈ ഒരു സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് ഇപ്പം ഷെയ്നാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്, ഷെയ്നാണ് ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാനുള്ളത് എന്ന് തോന്നിയത് എങ്ങനെയാണ്? ഏതൊരു മൊമെൻറ്റിലാണ്? അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കാരണം നമ്മുടെ ഒരു കഥ ഷെയ്ൻ പറഞ്ഞ പോലെ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് പുതിയതായിട്ട് ചാർജ് എടുക്കാൻ പറ്റുന്ന SI. ആൾ ചെറുപ്പക്കാരനാണ്, ഒരു പയ്യൻ. നമുക്കൊരു പയ്യൻ ലുക്കുള്ള ഒരാൾ വേണം. എന്നാൽ കഥ വികസിക്കുമ്പോൾ ആളുടെ ഒരു ഗ്രോത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ വേണം. അപ്പം ഞങ്ങൾക്ക് ഫസ്റ്റ് ചോയ്സ് ഷെയ്ൻ തന്നെയായിരുന്നു. അതിനകത്ത് വേറെ ഓപ്ഷൻസൊന്നും ഞങ്ങൾക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. കഥ ഡെവലപ്പ് ചെയ്യുന്ന സമയത്തും ഷെയ്ൻ വരുവാണെങ്കിൽ ഏറ്റവും ആപ്റ്റായിരിക്കുമെന്ന് തോന്നി. അതുപോലെ തന്നെ ഷെയ്ൻ ഇന്നാവുകയും ചെയ്തു. ഓക്കെ. ഷെയ്ൻ്റെ ഇപ്പം ഇത് കൊറോണ പേപ്പേഴ്സിൽ രാഹുൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, പിന്നെ വേലയിൽ ഉല്ലാസ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞിട്ട്, ഇപ്പം ദൃഢത്തിൽ വിജയ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പം ആസ് എൻ ആക്ടർ ഷെയ്ൻ എന്തൊക്കെ പ്രാക്ടീസ്, ലൈക്ക് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ടി വന്നു ലൈക്ക് ഇതിലോട്ട്, ഈ ഒരു ക്യാരക്ടറിലോട്ട് എത്താൻ? അത് ക്യാരക്ടറിനെ മോൾഡ് ചെയ്യുന്നതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡയറക്ടറിന് വലിയൊരു പങ്കുണ്ട്. ഇപ്പോൾ വേല ചെയ്യുമ്പോൾ ഉല്ലാസ് അഗസ്റ്റിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ശ്യാം ശശിയുടെയും അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റർ M സജാസിൻ്റെ എല്ലാം അവരുടെ ഒരു പെർസ്പെക്റ്റീവാണ് എങ്ങനെയായിരിക്കും അയാൾ ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തായിരിക്കും അയാളുടെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും എന്നൊക്കെ അവരതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ പ്രിയൻ സാറിൻ്റെ ഒരു രീതിയിലാണെങ്കിൽ പ്രിയൻ സാറിൻ്റേതായ ഒരു പെർസ്പെക്റ്റീവ് ആ ക്യാരക്ടറിനുണ്ടാകും. അതേപോലെ മാർട്ടിന് വിജയ് എങ്ങനെ ആവണമെന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കൂടുതലായിട്ട് ചെയ്യുമ്പോൾ അത് കുറയ്ക്കാനും, കുറച്ച് ചെയ്യുമ്പോൾ അത് കൂട്ടാനും ഒക്കെ ഉള്ളി പറയും, മാർട്ടിൻ പറയും. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിന് മുന്നേ ഉള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അതിൻ്റെ ലുക്ക് വൈസ് മാറാനും ഫിസിക് വൈസ് മാറാനുമുള്ള ഒരു ശ്രമം, നമ്മൾക്ക് കിട്ടുന്നൊരു സമയത്തിൽ എങ്ങനെ അതിൽ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളത്, അതാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇപ്പം ആ മൂവിയിൽ വേറെയും ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം അവരുടെ കൂടെ വർക്ക് ചെയ്തപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് നമ്മുടെ സിനിമയിൽ. കോട്ടയം രമേശ്, ശോഭി തിലകൻ സാർ, ദിനേശ് പ്രഭാകരൻ, നന്ദനുണ്ണി, പിന്നെ നോക്കി വിനോദ് ബോസ്, കൃഷ്ണപ്രഭ, അഭിരാം ഉണ്ട്, പിന്നെ ഉണ്ടല്ലോ പ്രശാന്ത് മുരളി ഉണ്ട്, പിന്നെ
ശ്രീ തന്നെ അങ്ങനെ കുറേ ഒരുപാട് പേരുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഒരു നീണ്ട നേരം നമുക്കറിയാവുന്ന ഒരുപാട് മുഖങ്ങൾ ഈ സിനിമയിലുണ്ട്. അവരെല്ലാമായിട്ടെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഞങ്ങളുടെ ആ ഒരു ടീം, ആ ഒരു പോലീസ് ഒരു ഞങ്ങൾക്കൊരു ടീമുണ്ട്. അവരുമായിട്ട് നല്ലതായിട്ട് ജെല്ലായിരുന്നു. ആദ്യത്തെ 2-3 ദിവസമൊക്കെ ഇങ്ങനെ നിന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും. പ്രത്യേകിച്ച് കോട്ടയം രമേശ് ചേട്ടൻ്റെ വക ഒരുപാട് വിറ്റുകൾ. മഴ മൂലം കുറച്ച് പണി കിട്ടുന്നുണ്ട്. അപ്പം മഴ പെയ്യുമ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവരെല്ലാം ഒരുമിച്ചായിരിക്കും. ആ സമയത്ത് ഇവരുടെ കൗണ്ടറും ബാക്കി നമുക്ക് ടെൻഷൻ ആയിരിക്കും, നമുക്ക് എങ്ങനെയും തീർക്കണം. പക്ഷെ മഴ അനുവദിക്കാത്ത സമയത്ത് അങ്ങനെ ഭയങ്കര രസമായിരുന്നു. ലൊക്കേഷൻ അപ്പം എവിടെയായിരുന്നു? മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ ഭാഗത്ത്, ആ ഭാഗത്തൊക്കെ. ഈരാറ്റുപേട്ട. ഈ ഇപ്പൊ ഫസ്റ്റ് മൂവിയിൽ തന്നെ ഈ ഒരു ജോണർ എടുക്കാൻ കാരണം എന്താ? ഒരു ഞാൻ ആക്ച്വലി ത്രില്ലർ പിടിക്കേണ്ടെന്ന് ഓർത്ത ഒരാളാണ്. പക്ഷേ ഫസ്റ്റ് മൂവി ആയിട്ട് പക്ഷേ സ്ക്രിപ്റ്റ് കേട്ട് വർക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ചെയ്യാം എന്നൊരു ഹുക്ക് തോന്നി. അങ്ങനെയാണ്. അല്ലേ, ഞാൻ വേറൊരു ജോണർ പിടിച്ച് തുടങ്ങാമെന്ന് ആലോചിച്ച ഒരാളാണ്. പക്ഷെ അങ്ങനെ അപ്പൊ ഇനിയും ഇങ്ങനത്തെ ഒരു ജോണർ ആണോ നോക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി? അല്ല, എനിക്ക് ഡിഫറെൻറ്റ് പരിപാടികൾ ചെയ്യണം എന്നാണ് ആഗ്രഹം. പക്ഷെ അടുത്തതായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഒരു മിസ്റ്ററി, ഒരു ത്രില്ലർ സോളോ പരിപാടിയാണ് ആക്ച്വലി. അപ്പം അങ്ങനെ. അപ്പോൾ ഷെയ്ൻ നെക്സ്റ്റ് ആയിട്ട് ഇനി ഏത് ജോണറാണ് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ എല്ലാ ജോണറിലും ഒരു പടമെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഒരുമാതിരി എല്ലാമൊന്നും തൊട്ടിട്ടില്ല. ഇപ്പോൾ ഹൊറർ പറയാനായിട്ട് തൊട്ടു, ആക്ഷൻ തൊട്ടു, റൊമാൻസ്, ഡ്രാമ, ആ കാറ്റഗറിയിലുള്ള. ഇനി ഇപ്പം ഈ പറഞ്ഞ ഒരു പീരിയഡ് സിനിമയൊക്കെ ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ ഇതെല്ലാം ഒത്തു വരുന്നതനുസരിച്ചിട്ടാണ്, നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഒരുപാട് ഘടകങ്ങൾ ചേരുമ്പോഴാണല്ലോ ഒരു പ്രോജക്റ്റ് ആവുന്നതും അത് പ്രാവർത്തികമാവുന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ജോണറിലും ഒരു സിനിമയെങ്കിലും ചെയ്യണം എന്നാഗ്രഹമുണ്ട്. ഓക്കെ. പിന്നെ ഇപ്പം മാർട്ടിൻ ഇപ്പം ജിത്തു സാറിൻ്റെ അസോസിയേറ്റ് ആയിട്ട് കുറച്ച് മൂവിയിൽ ചെയ്തു. ഇപ്പം പുതിയതായിട്ടൊരു മൂവി എടുക്കുമ്പോൾ അതിൽ മാർട്ടിൻ്റെ അസോസിയേറ്റ് ആയിട്ടാണ് ജിത്തു സാറിൻ്റെ മോള് വർക്ക് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് മൂവിയിലോട്ട് ഇന്നായത്? ലൈക്ക് എങ്ങനെയായിരുന്നു? അല്ലാതെ യാതൊരു സിനിമ ചെയ്യാൻ ആക്ച്വലി നിൽക്കുക. പുള്ളിക്കാരത്തെ അതിൻ്റെ എഴുത്തിലും പരിപാടിയിലൊക്കെയാണ്. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് ഓർത്ത് അവരെന്നെ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ ഞാനങ്ങനെ നിർബന്ധിച്ച് വന്നൊന്നുമല്ല. പക്ഷെ നല്ല വർക്കാണ് പുള്ളിക്കാരത്തി. ഏതായാലും സന്തോഷം. സാറിൻ്റെ മകള് നമ്മുടെ പടത്തിൽ പാട്ടായത് വളരെ സന്തോഷം. ഓക്കെ. കുറേ ഇൻറ്റൻസായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഷെയ്ൻ. ഇപ്പം കുമ്പളങ്ങി നൈറ്റ്സ് ആവട്ടെ, പറവ, ഭൂതകാലം. അപ്പം ഈ ഓരോ സീനിലോട്ടും ഷെയ്ൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ഷെയ്ൻ്റെ വേ ഓഫ് പ്രിപ്പറേഷൻ എങ്ങനെയാണ്? അതായത് മുന്നേ പ്രിപ്പയർ ചെയ്യോ അല്ലെങ്കിൽ ഓൺ ദി സ്പോട്ട് ആയിരിക്കുമോ ചെയ്യുന്നത്? ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ട് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സോണിൽ തന്നെ നിൽക്കാനും ഇപ്പം എന്താണോ എടുക്കാൻ പോകുന്നത് ആ ഒരു മൂഡിൽ തന്നെ ഇപ്പം അതിനെ ഞാൻ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ആരിലോടൊക്കെ നോർമലായിട്ട് സംസാരിച്ചിട്ടാണെങ്കിലും പക്ഷേ എൻ്റെ ഉള്ളിൽ അടുത്ത് എടുക്കുന്നത് തന്നെയായിരിക്കും അതിലുണ്ടാവുള്ളൂ. അതിനെനിക്ക് വേറൊരു അഭിനയം എനിക്ക് ഫ്രണ്ടിൽ കാണിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. മീൻസ് സെറ്റിൽ. അപ്പോൾ ഇപ്പോൾ ഒരു ടെൻഷനുള്ളൊരു സീൻ എടുക്കുകയാണെങ്കിലും അധികം ടെൻഷൻ പുറത്ത് കാണിക്കാതെ നിൽക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പം ഞാൻ കാലമായി ഉണ്ടായ ഒരു മാറ്റം അതാണ്. ഓക്കെ. മാർട്ടിൻ എങ്ങനെയായിരുന്നു സെറ്റിലെ ഡയറക്ടർ? അതായത് ചില്ലായിരുന്നോ, ടെൻസ്ഡ് ആയിരുന്നോ ആള്? മാർട്ടിൻ ഇപ്പം എങ്ങനെയാണോ അതേപോലെയാണ്. അങ്ങനെ ടെൻഷൻ അടിക്കണമെന്ന് ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. എന്നാൽ ടെൻഷനൊക്കെ ഉണ്ടെന്നാനും എല്ലാം ഉണ്ട്. പക്ഷെ എല്ലാത്തിനെയും ഇങ്ങനെ ഇനി ഇത് അങ്ങനെ ഒച്ചകൂട്ടി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല മാർട്ടിന്. പിന്നെ മാർട്ടിൻ ആ മൂവിയിലുള്ള ബാക്കി ക്രൂ മെമ്പേഴ്സിനെ പറ്റി ഒന്നും പറഞ്ഞില്ലായിരുന്നു? ക്രൂ നമ്മുടെ DOP പി എം ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പുള്ളി ഇപ്പോൾ റോസ്ലി എന്ന് പറഞ്ഞ വെബ് സീരീസ് പുള്ളിയാണ് ചെയ്തത്. പുള്ളി ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ സമയം തൊട്ട് നമ്മുടെ കൂടെ ഫുൾ ടൈം നിൽക്കുകയും നമ്മളെല്ലാ ലൊക്കേഷൻ ടെക്നിക്ക് പോലെ നടത്തുകയും അങ്ങനെ. ആ ഡയറക്ടർ സുനിൽ ദാസ്, നമ്മുടെ മാർക്കോടൊക്കെ ആ ഡയറക്ടറാണ്. ചത്താപച്ച ഒക്കെ ആ ഡയറക്ടറാണ്. അതുപോലെ കോസ്റ്റ്യൂം ഡിസൈനർ ലേഖ. പിന്നെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ശ്രീരാഗ് സജിയാണ്, മറ്റേ ചുരുളി ഇരുളൊക്കെ ചെയ്തത്. അങ്ങനെ നല്ലൊരു ടീം തന്നെയായിരുന്നു നമ്മുടെ ആക്ച്വലി. പിന്നെ ഷെയ്ന് ഈ ഒരു ഷൂട്ടിനിടെ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ കൂടുതലായി ചിരിപ്പിച്ച ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? രമേശേൻ്റെ മറ്റേ എന്താണ് ഡയലോഗ്, സാറിൻ്റെ ഫാമിലിയൊക്കെ അത് പക്ഷെ അത് ആ കോണ്ടെക്സ്റ്റില് നിങ്ങളോട് ആ കോമഡി പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് ആ കോണ്ടെക്സ്റ്റിലാണത് അല്ലേ. നമ്മൾക്ക് ആ സെറ്റിലുള്ളവർക്കേ അത് മനസ്സിലാവുള്ളൂ. കാര്യം നമ്മൾ സീൻ ഷൂട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡയലോഗ് ഉണ്ട് രമേശേൻ്റെ. ഷെയ്ൻ ചെയ്യുന്ന വിജയ് എന്ന ക്യാരക്ടറോട് ചോദിക്കുകയാണ് സാറിൻ്റെ ഫാമിലിയൊക്കെ. അപ്പോൾ പുള്ളി പറഞ്ഞൊരു ടോണിൽ
പെട്ടെന്ന് എല്ലാവരും ചിരിച്ചു. പിന്നെ നമുക്ക് ആ ഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല. ആ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചിരിക്കും. എല്ലാവരും ചിരിക്കും. അപ്പോൾ അത് പിന്നെ അത് മാത്രമല്ല, പിന്നെ എല്ലാ ഷോട്ടിലും നമ്മളിപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പല ആക്സസിൽ നിന്ന് ആ സീൻ എടുക്കുന്ന സമയത്ത് ആ ഡയലോഗ് വന്നതിന് തൊട്ടും മാറ്റും കട്ടും പറയും. അപ്പോഴാണ് കൂടുതൽ ചിരി വരുന്നത്. ചിരി വരുന്നത്. നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഇതിന് മുമ്പ് കട്ട് പറയുമ്പോഴത്തേക്ക് പിന്നെ ആൾക്കാർ ചിരിക്കും. അങ്ങനെ ഷെയ്നിന് ഇപ്പം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒരെണ്ണം ചെയ്തു, ഭൂതകാലം ഭൂതകാലം എൻ്റെ പ്രൊഡക്ഷൻ. ഷെയ്ൻ്റെ പ്രൊഡക്ഷനാണ്. ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് മൂവി ഏതാണ്? നെക്സ്റ്റ് മൂവി ചിലപ്പോൾ അടുത്ത് തന്നെ ആ. ഉണ്ടാവും. ക്ലാരിറ്റി ആയിട്ടില്ല, ഉം. കറക്റ്റ് ഒരു ധാരണയിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ. ചിലപ്പോൾ ഈ കൊല്ലം ഉണ്ടാവും. പിന്നെ ഇപ്പം ഇന്ന് ഈ കാലത്ത് കുറേ എക്സ്പെരിമെൻ്റൽ മൂവീസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ദൃഢം എവിടെ ഫിറ്റിനാവും? ഞാൻ ദൃഢം അങ്ങനത്തെ ഒരു എക്സ്പെരിമെൻ്റൽ Experimental പരിപാടിയല്ല, movie അല്ല. കൊമേഴ്ഷ്യലി പിടിച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ്. സ്ലോയിൽ തുടങ്ങി പതിയെ നമ്മൾ ഒരു എൻ്റർടൈനർ പരിപാടിയാണ്, അല്ലാതെ ഒരു നമ്മുടെ എക്സ്പെരിമെൻറ്റ്സോ അങ്ങനെ പരിപാടിയൊന്നുമില്ല. അങ്ങനെ എന്താ പറയുക, ഔട്ട് ഓഫ് ദ ബോക്സ് ടൈപ്പ് അല്ല. ടൈപ്പല്ല. അല്ല അല്ല. ഈ ഒരു കാസ്റ്റിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? അതായത് ഇപ്പം ദിനേശ് പ്രഭാകർ, നന്ദൻ ഉണ്ണി, അങ്ങനെ കുറേ പേരുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കാസ്റ്റിങ്ങിലോട്ട് എനിക്ക് പുതിയൊരു സെറ്റ് ഓഫ് ആൾക്കാർ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതെങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഇവരെ പിക്ക് ചെയ്താണ്. യൂഷ്വലി വരുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഒരാളുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കൂടെ യൂഷ്വലി നമ്മൾ കാണുന്ന ആൾക്കാരുണ്ടല്ലോ, അതല്ലാതെ വേറെ കുറച്ച് പുതിയ ഫേസസ് വേണം. അങ്ങനെ ഈ കാസ്റ്റിലേക്ക് വന്നതാണ്. ഷെയ്ൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഷെയ്നോടും മാർട്ടിനും രണ്ടുപേരോടുമാണ്. ഇപ്പം രണ്ടുപേരെ വൺ വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് പറയും? ഷെയ്ൻ ഇപ്പം മാർട്ടിനെ പറ്റി വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ളൊരു വ്യക്തിയാണ്. അതാണ് എനിക്ക്, ഐ മീൻ ആസ് എ ഡയറക്ടറും ആസ് എ പേഴ്സൺ. അല്ല, വ്യക്തത ഇല്ലാത്തതാണല്ലോ പലപ്പോഴും. നമ്മൾക്കിപ്പോൾ ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഒരു ക്യാപ്റ്റനാണ്. പുള്ളിക്കാരൻ ആ ടൈമിൽ ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞില്ലേ, മഴയാണ്, അകത്തെടുക്കണം എന്ന് പറയണ പോലെ ഒരുപാട് കാര്യങ്ങൾ ഡേ ടു ഡേ ആയിക്കണം ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ ആക്ടേഴ്സിൻ്റെ ഓരോരുത്തരുടെയും പെർഫോമൻസിൽ കൊടുക്കേണ്ട സജഷൻ കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നമ്മൾക്കൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഒരിക്കലും നന്നായിട്ടത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നല്ലൊരു കാഴ്ചപ്പാടുള്ള, വ്യക്തമായ കാഴ്ചപ്പാടുള്ളൊരു ഡയറക്ടറുമാണ്. അല്ലാണ്ടുള്ള ഇപ്പോൾ സംസാരിക്കുമ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആ ഒരു, ഇപ്പോൾ ഒരു നമ്മൾ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അല്ലാണ്ടുള്ള വേറെ സിനിമകളെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അത് കറക്റ്റായിട്ടൊരു സാധനം പുള്ളി പറയും. അത് എനിക്കത് അംഗീകരിക്കാൻ പലപ്പോഴും അത് കണക്ട് ചെയ്തിട്ടുണ്ട്. മാർട്ടിന് ഷെയ്നെ കുറിച്ച് എന്താ, ഞാൻ കുറേ സെൻറ്റൻസ് പറഞ്ഞു ഒരുപാട് ഷെയ്ൻ ഭയങ്കര പക്വതയാണ് നമുക്ക് തോന്നുന്നു സംസാരത്തില്ലേ. അല്ല, ഞാൻ ലോകത്ത് ആദ്യമായിട്ടാണ് ഒരാളിത് പറയുന്നത്. വളരെ ഷെയ്ൻ ഭയങ്കര സീരിയസ് ആയിട്ട് ലൈഫിനെ കാണുന്ന ഒരാളാണ്. ഭയങ്കര ഞാൻ ആക്ച്വലി നമ്മൾ നേരിട്ട് പരിചയപ്പെട്ടപ്പോഴാണ് എനിക്ക് അങ്ങനെ മനസ്സിലായത്. ഭയങ്കര സ്കാമായിട്ടുള്ള, ഭയങ്കര പക്വമായിട്ട്, അല്ല പുറത്തങ്ങനെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇദ്ദേഹത്തെക്കുറിച്ച് പുറത്ത് നമ്മൾ പല ഇതും കേൾക്കുന്നു. ഞാൻ ഇദ്ദേഹത്തെ ഓപ്പൺ ചെയ്യാൻ പറയണം, പുറത്ത് പറയുന്നത് അങ്ങനെയൊന്നും അല്ലാതെ. ഇപ്പം ഞാൻ എൻ്റെ സെറ്റിൽ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. നമ്മൾ പറയുന്നത് ചെയ്യുന്നു, ചെയ്തിട്ട് എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യണമെങ്കിൽ മാറ്റി ഞാൻ ഇങ്ങനെ ചെയ്യോട്ടെ എന്ന് ചോദിക്കുന്നു. അങ്ങനത്തെ ഉള്ള ഒരാളാണ്. ഭയങ്കര എന്താ എല്ലാത്തിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അദ്ദേഹത്തിന്, സ്റ്റാൻഡുണ്ട്. പിന്നെ ജിത്തു സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ട് ഇപ്പം ഫസ്റ്റ് ഒരു മൂവി എടുത്തല്ലോ. അപ്പം എന്തൊക്കെ ലെസൺസ് ആണ് ജിത്തു സാറിൻ്റെ അടുത്ത് കിട്ടിയത് ഈ ഒരു മൂവി എടുക്കുമ്പോൾ? സാറിൻ്റെ അടുത്ത് ഈ കോർഡിനേഷൻ, സാറ് ഭയങ്കര കാമായിരിക്കും. ഇപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സാറിനൊരു ബി സൊല്യൂഷൻ കാണും. മനസ്സിലായില്ലേ? അതാണ് ഞാൻ സാറിൻ്റെ അടുത്ത് ഏറ്റവും വലിയ പഠിച്ചൊരു പാഠം. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് വന്നില്ല, ഇതിൽ സാറ് ചോദിക്കും വന്നില്ല, നമ്മളെടുത്തെടുക്കും. ഇങ്ങനെ അല്ല, പുള്ളിയെ ടെൻഷൻ അടിച്ച് അയ്യോ വന്നില്ല, ആൾക്കാരെ ചീത്ത വിളിക്കുന്നത്, ആ പരിപാടിയൊന്നുമില്ല. വളരെ കാമാണ്. പുള്ളിക്ക് സൊല്യൂഷൻ ഉണ്ട്. അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. ബഹളവും ഇല്ല, സെറ്റ് ഭയങ്കര ശാന്തമായിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മാറ്റി അങ്ങനെ വെച്ചെടുക്കണ ഇതുവരെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിലെങ്കിലും ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും. അത് പിന്നെ പൊതുവേ നമ്മുടെ ഷൂട്ടും ഒരു മൊത്തത്തിൽ കോർഡിനേറ്റഡ് ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും പരസ്പര ധാരണയുണ്ട് എന്താണ് നടക്കുന്നത്, എന്താണ് എടുക്കേണ്ടത്, ആർട്ടുകാർക്ക് അറിയാം. അപ്പോൾ പലപ്പോഴും ഇത് അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ മിസ്സാകുമ്പോഴാണ് പല പ്രശ്നങ്ങളും സെറ്റിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ടൈമിൽ കിട്ടാണ്ടാവുന്നതൊക്കെ ആ കമ്മ്യൂണിക്കേഷൻ. പക്ഷേ ഇത് ഇവിടെ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റഡ് ആയിരുന്നു. കമ്മ്യൂണിക്കേഷൻ മസ്റ്റാണ്. അത് കറക്റ്റായിട്ട് നമ്മുടെ ഈ സെറ്റിലുണ്ടായിരുന്നു. ഓക്കെ. സെറ്റിൽ ആരായിരുന്നു മോസ്റ്റ് സീരിയസ് പേഴ്സൺ ആൻഡ് ഫണ്ണി പേഴ്സൺ? ഒരാളെ ചേട്ടനെ പറയണം. ചേട്ടനാണ് എൻ്റെ ആള്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഫണ്ണി. സീരിയസ് ആയിട്ട് ആരായിരുന്നു? ഇല്ലായിരുന്നു. ഇവരെല്ലാവരും ഗ്യാങ് ആയിരുന്നു. ഇവര് ഗ്യാങ് അടിച്ച് വർത്താനം പറയുന്നു, കമ്പനി അടിക്കുന്നു. അങ്ങനെ സീരിയസ് ആയിട്ടെന്ന് പറയാൻ ആരും ഇല്ലായിരുന്നു. എല്ലാവരും ഒരു ജോളി വൈബായിരുന്നു. ഓക്കെ.
ഇപ്പോൾ ഷെയ്ൻ ഇപ്പോൾ ഇത്രയും ചെയ്ത മൂവിയിൽ ഷെയ്ൻ ചെയ്ത ക്യാരക്ടേഴ്സിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറായിട്ട് ഷെയ്ൻ ഒരു ദിവസം ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ ഷെയ്ൻ ഏത് ക്യാരക്ടറിനെ ചൂസ് ചെയ്യും? ബോബി, കുമ്പളങ്ങി നൈറ്റിലെ ബോബീനെ ചൂസ് ചെയ്യാനായിരിക്കും സാധ്യത. കാരണം അയാൾക്ക് ജീവിതത്തിനെ കുറിച്ച് കറക്റ്റ് മനസ്സിലായി. അയാൾ ചില്ലായിട്ട് ജീവിക്കണം. എന്തുകൊണ്ടാണ് അയാൾക്ക് അതാ ഒരു ഇപ്പം എവിടെയോ അങ്ങനെ ഒരു ലേസിനെസ് എനിക്കും ഉണ്ട്. അപ്പോൾ സോ എനിക്ക് ബോബിയുടെ ആ ഒരു മടിയനായ ബോബീനെ എനിക്ക് വർക്കാണ്. ഓക്കെ. അപ്പം മാർട്ടിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ലൈക്ക് ഇനി അടുത്ത ഏതെങ്കിലും മൂവി? ഞാനിത് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ സ്ക്രിപ്റ്റ് പരിപാടികൾ നടക്കുന്നു. സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് അധികം ഗ്യാപ്പ് എടുക്കാതെ സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ് പ്ലാൻ. ഓക്കെ. ഷെയ്ൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് ലൈക്ക് ഈ ഒരു ഫീൽഡിലാകുമ്പോൾ? ഫ്യൂച്ചർ പ്ലാൻസ് തൽക്കാലം അഭിനയിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് പുതിയ മൂവീസ് ഏതെങ്കിലും? പുതിയ മൂവീസിൻ്റെ അനൗൺസ്മെൻറ്റ് ഇപ്പോൾ ഒരു തെലുഗു സിനിമയുടെയാണ് വന്നത്. പിന്നെ മലയാളത്തിൽ ഇപ്പോൾ ഉടനെ തന്നെ വരുന്നുണ്ട്. 1-2 അനൗൺസ്മെൻറ്റ്സ് ഉണ്ട്. ഈ വർഷം അഭിനയിക്കാൻ തന്നെയുള്ളൊരു പ്ലാനിൽ തന്നെയാണ്. പിന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പടത്തിനും പ്രൊഡക്ഷൻ്റെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ട്. അത് കൺഫേം ആവാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പടത്തിൻ്റെ ഡീറ്റെയിൽ പറയുന്നില്ല. ഈ പടത്തിൽ പാട്ടുകളുണ്ടോ? ഇല്ല, നമുക്ക് പാട്ടിനുള്ളൊരു സ്പേസ് ഇല്ല. നമ്മൾ സ്കോറിൽ ആയിരിക്കും പടം മൊത്തത്തിൽ അങ്ങനെ പോകുന്നത്. ഓക്കെ. പിന്നെ ഈ ഒരു പടം പ്രേക്ഷകർ കാണണം എന്ന് പറയുന്നതിൻ്റെ ലൈക്ക് തോന്നുന്നതിൻ്റെ റീസൺ? ഒരു നല്ല സിനിമയായിരിക്കും നമുക്ക് വിശ്വാസമുണ്ട്. ആൾക്കാർ തിയേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ അവർ ഒരിക്കലും നിരാശരായിട്ടായാലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരത്തില്ലെന്ന് വിശ്വാസമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ജോണറിനോട് 100% നീതി പുലർത്തുന്ന, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അനാവശ്യമായിട്ടൊരു പാട്ട് പോലും, ഇത് കഥയിൽ നിന്നും ഡീവിയേറ്റ് ആവുന്ന ഒരു പാട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സീക്വൻസ് ഒന്നും ഈ സിനിമയിലില്ല. കഥ കൊണ്ട് തന്നെ പോയി ഒരു സിനിമാറ്റിക് എന്തെല്ലാം നമുക്കൊരു നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ തിയേറ്ററിൽ നിന്ന് അത് കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കും. പിന്നെ എന്താ പറയുക, ബാക്കി ഓഡിയൻസാണ് ഇതിൻ്റെ വിലയിരുത്തേണ്ടത്. നമ്മൾ തന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഫസ്റ്റ് തിയേറ്ററിൽ വന്ന് അവരെന്താണ്, അതൊരു മാജിക്കാണ് ആക്ച്വലി. പടം കണ്ടു കഴിഞ്ഞ ആൾക്കാരുടെ ഒരു അഭിപ്രായം കയറുന്നതും എന്താണ് നോക്കാം. പിന്നെ പണ്ട് മമ്മൂക്ക ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു പുതിയ സംവിധായകർക്ക് ചാൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഷെയ്ൻ ഇപ്പം അതേപോലെ ചെയ്യാണ്. അപ്പോൾ അതിന് കാരണം എന്താ? എന്നെ വിളിക്കുന്നത് പുതിയ സംവിധായകരാണ്. അങ്ങനെയല്ല, ഇപ്പം ഞാൻ ചെയ്തു. ഇപ്പം വളരെ സീനിയറായിട്ടുള്ള സംവിധായകരുടെ കൂടെയും ചെയ്തു. ഇപ്പം പ്രിയൻ സാറ് പറയാം, ടി കെ രാജകുമാർ സാറിൻ്റെ കൂടെ ചെയ്തിരുന്നു, ഷാജിയൻ കരുൺ സാറിൻ്റെ കൂടെ ചെയ്തിരുന്നു. എന്നാൽ നേരെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പുതിയ ഡയറക്ടേഴ്സാണ്. ഈവൻ കുമ്പളങ്ങി നൈറ്റ് ഇഷ്ക് പോലും പുതിയ ഡയറക്ടേഴ്സാണ്. അല്ല, ഷെയ്ൻ കൊണ്ടുവന്നതാണ് എന്താ ഇഷ്കിലെ നമ്മുടെ അനുരാജേട്ടൻ. ഇപ്പൊ ഭൂതകാലം ചെയ്യുന്ന സമയത്ത് രാഹുലേട്ടനും വേണമെങ്കിലൊരു ഇതെന്ന് പറയാം. പക്ഷെ പുള്ളിയുടെ വേറൊരു പടം ഉണ്ടായി 2012 ഒരു പടം ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹം എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് ഈ പടത്തിലായിരുന്നു. അതേപോലെ ബേസിക്കലി എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറക്റ്റായിട്ടൊരു എൻട്രി കിട്ടാനും അതേപോലെ ഇവിടെ നല്ലൊരു സിനിമ ചെയ്യണമെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആഗ്രഹം ഉണ്ടാവുന്നത് സജീവമായി വർക്ക് ചെയ്യുന്നവരെക്കാളും പുതിയതായിട്ട് വരുന്നവർക്കാണ്. അതെല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല. അല്ലാത്ത സിറ്റുവേഷൻ എല്ലാത്തിലും ഉണ്ട്. ഇപ്പം നമുക്ക് എന്തിനും 2 വശം ഉണ്ടെന്ന് പറഞ്ഞാൽ, പക്ഷേ എനിക്ക് എൻ്റെ ഭാഗ്യം കൊണ്ടെന്തോ ഫസ്റ്റ് എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ഡയറക്ടേഴ്സും, ഇപ്പോൾ ഈവൻ ലാസ്റ്റ് നോക്കിയ ബൾട്ടി ആണെങ്കിൽ പോലും ഉണ്ണി, അവരുടെ പുള്ളിയുടെ ഫസ്റ്റ് പടമാണ്. എന്തോ അതൊരു എല്ലാം ഒത്തു തന്നെ ആയിരിക്കാം. ഓക്കെ. ഇപ്പോൾ ഫസ്റ്റ് പടം എടുക്കുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നോ? എല്ലാം ഓക്കെ ആയിട്ട് പോകുമോ? ഉറപ്പായിട്ടും നല്ല ടെൻഷൻ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? എന്നിട്ട് അത് നല്ല സുഖമുള്ള ടെൻഷൻ ആക്ച്വലി. നമുക്ക് എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് ആദ്യത്തെ ദിവസമൊക്കെ നല്ല ടെൻഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ എന്താ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഓട്ടോമാറ്റിക്കലി അതിനകത്തേക്ക് ഇന്നാവുകയാണ്. പിന്നെ നമ്മൾ ആ ടെൻഷൻ എല്ലാം മറക്കും. പിന്നെ അതങ്ങനെയാണ് ആക്ച്വലി. വൺസ് ഒരു സീൻ സ്റ്റേജ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി അതങ്ങ് നടന്നു പോകും. അപ്പോൾ ഷെയ്ൻ്റെ RDX, ബൾട്ടി ആക്ഷൻ മൂവീസൊക്കെ വന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു ആക്ഷൻ മൂവി എപ്പോഴായിരിക്കും പ്രതീക്ഷിക്കുക? ആക്ഷൻ മൂവി ഈ വർഷമുണ്ട്. റിലീസാകുമോ എന്നറിയില്ല. കാര്യം ഷൂട്ടിംഗ് ഉണ്ട് ഈ വർഷം. ഒരു ആക്ഷൻ റിലേറ്റഡ് ഒരു പടം തന്നെയാണ്, ഒരു കൊമേഴ്ഷ്യൽ പാക്കേജിംഗ് ഉള്ളൊരു സിനിമ തന്നെയാണ് മലയാളത്തിൽ പ്ലാൻ ചെയ്യുന്നത്. പക്ക ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്.
അപ്പോൾ മെയ് 8-ന് ദൃഢം തിയേറ്ററിൽ എത്തുകയാണ്. അപ്പോൾ നായകനും ഡയറക്ടറും എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? അപ്പം ദൃഢം മെയ് 8-ാം തീയതി തിയേറ്ററിലേക്ക് എത്തുവാണ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ വന്ന് പടം കാണാൻ ശ്രമിക്കണം. നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടും ഫാമിലി ഉള്ള ബാക്കി എല്ലാവരോടും പടം വന്ന് കാണാനും പടം വിജയിപ്പിച്ച് തരണം. എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും പടം ഇഷ്ടമാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം ഇത് നല്ലൊരു സിനിമയാണ്. അപ്പം തിയേറ്ററിലേക്ക് വരിക, പടം കാണുക, പടം വിജയിപ്പിക്കുക. മാർട്ടിൻ പറഞ്ഞ പോലെ മെയ് 8-ാം തീയതിയാണ് സിനിമ റിലീസാവുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന ജോണറിൽ വരുന്ന ദൃഢം ആ ജോണറിനോട് 100% നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് അത് മേക്ക് ചെയ്തിരിക്കുന്നതും അതിൻ്റെ ഫൈനൽ ഔട്ട് വന്നിരിക്കുന്നതും. ഇനി നിങ്ങൾ കണ്ടാണ് അത് വിലയിരുത്തേണ്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസത്തോടെ. താങ്ക് യു. അപ്പം നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. അപ്പം ദൃഢം അടിപൊളിയാക്കട്ടെ, തകർക്കട്ടെ. താങ്ക് യു. താങ്ക് യു.